വലിയ ചരക്ക് ലോറി ദേശീയപാതയിൽ കുടുങ്ങിയതോടെ വടകര ഭാഗത്ത് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടായി. വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുൻവശത്തായാണ് ഈ ഒരു ചരക്ക് ലോറി കുടുങ്ങിയിരിക്കുന്നത്. ഇതിൽ ഇന്ധനം തീർന്നതാണ്. മാഹിയിലെത്തി ഇന്ധനം അടിക്കാമെന്ന ധാരണയിലാണ് ഇന്ധനമില്ലാതെ ഇവരെത്തിയത്. തുടർന്ന് ലോറി ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാതയാകെ സ്തംഭിച്ച സ്ഥിതിയുണ്ടായി. വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഉൾപ്പെടെ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ സമയമായതിനാൽ എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന സമയം, തിരക്കുള്ള സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇന്ധനം തീർന്നതിനെ തുടർന്ന് വാഹനം ദേശീയപാതയിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. മാഹി അടുത്തായതുകൊണ്ട് തന്നെ പലരും ഇന്ധനത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ അവിടെ എത്തി ഇന്ധനം അടിക്കാമെന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. സാധാരണ സ്ഥിതിയിൽ തന്നെ എല്ലാ ദിവസവും തിരക്കേറിയ ദേശീയപാതയിൽ ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. താൽക്കാലികമായി മറുവശത്ത് ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന ഭാഗം തുറന്നുകൊടുത്താണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു കുരുക്ക് ഏറെ നേരമായി തുടരുന്ന സ്ഥിതിയാണ്. ഇത്തരം ഡ്രൈവർമാർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം സംഭവത്തിൽ ട്രാഫിക് പോലീസിന്റെ ഭാഗത്തു നിന്ന് കർശന നടപടി ഉണ്ടാകണമെന്നാണ് ഇവിടെ യാത്രക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഇന്ധനം തീർന്നോ എന്ന് നോക്കേണ്ടത് ഡ്രൈവറുടെ ചുമതലയാണ്. അത് ശ്രദ്ധിച്ച് പോകേണ്ടതും മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതാക്കേണ്ടതും ഇവരുടെ ചുമതല തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.